السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. كفى بالغنى مداوية എന്ന അധ്യായത്തിൽ وقال آخر قال أبو رياش يقال إنها لرجل من بني أسد. وقال آخر മറ്റൊരു ഷാഇർ പറയുന്നു എന്ന് പറഞ്ഞിട്ട് അബൂ തമ്മാം എന്നവർ പറയാണ്. എന്നാൽ ഈ ആഖിർ ആരാണെന്നറിയോ? അത് അബൂ റിയാഷ് എന്ന ഷാഇർ പണ്ഡിതൻ പറയുന്നു, ഈ ബൈത്തുകൾ യുഖാലു ഇന്നഹാ ലിറജുലിൻ മിൻ ബനി അസദ്, ബനു അസദിലെ ഒരാളാണ് ഈ ആഖിർ. അത്രേ അറിയോ, പേരെന്താണെന്നറിയില്ല. പക്ഷേ ഖാല ആഖിർ എന്ന് പറയുമ്പോൾ ആരോ പറഞ്ഞു എന്നായി. പക്ഷേ അത് ബനു അസദ് കുടുംബത്തിലെ ഒരാള് പറഞ്ഞതാണ് എന്ന് അബൂ റിയാഷ് എന്നവർ അഭിപ്രായപ്പെടുന്നു. അപ്പോ ബൈത്തുകളിൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഗിന. കഫാ ബിൽ ഗിന മുദാവിയ, ഒരു വലിയൊരു ആശയമാണ്. ദാവി ബിൻ അമ്മിസ്സൂഇ ബിന്നഇ വൽ ഗിന കഫാ ബിൽ ഗിന വന്നഇ അൻഹു മുദാവിയ. جزى الله عني محسنا ببلائه وإن كان مولاي القريب وخاليا. يسل الغنى والنئي أدواء صدره ويبدي التداني غلة وتقاليا. أعان علي الدهر إذ حك بركه كفى الدهر لو وكلته بي كافيا. അപ്പൊ ഇവിടെ ഈ ബൈത്തില് ഷാഇറിന്റെ അമ്മിന്റെ മകൻ, പിതൃവ്യ സഹോദരന് ദേഷ്യം പിടിപ്പിക്കലും അതേപോലെ തന്നെ ശത്രുതയും അസൂയയും കോപവും ഒക്കെ വെച്ച് പുലർത്തി നടക്കുന്നതിനെ കുറിച്ച്, യഥാർത്ഥത്തിൽ ഇതൊക്കെ ഒരു ബാത്തിനിയായ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു രോഗങ്ങളാണ്. അപ്പൊ ആ രോഗങ്ങൾക്ക് ചികിത്സ തേടല് എന്തുകൊണ്ടാണ് എന്നാണ് ഇവിടെ ഷായിർ പറയുന്നത്. അവന്റെ ശർറ് ഒഴിവാക്കാൻ എന്ത് ചെയ്യണം എന്ന് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വിഷയമാണ്. പൊതുവായൊരു കായിക പറയല്ല. അദ്ദേഹം പറയാണ് എന്ത്, ദാവി ബിൻ അമ്മിസ്സൂഇ ബിന്നഇ വൽ ഗിന. ദാവി ചികിത്സിച്ചോ ആരെ? ഇബ്ന അമ്മിസ്സൂഇ. യഥാർത്ഥത്തില് ചീത്ത കാര്യങ്ങൾ കൊണ്ട് മാത്രം നടക്കുന്ന, എല്ലാ മനസ്സില് വെറുപ്പും വിദ്വേഷവും ദേഷ്യവും ബഹുളും അതേപോലെ തന്നെ ഒരുപാട് ചീത്ത സ്വഭാവങ്ങൾ ആയതുകൊണ്ട് പറയാണ് അമ്മുസൂ. അപ്പൊ അങ്ങനത്തെ ചീത്ത പ്രവർത്തനങ്ങളും ചീത്ത വിഷയങ്ങളുമുള്ള മകനെ, തന്റെ സഹോദരന്റെ, തന്റെ പിതൃവ്യ സഹോദരന്റെ മകനെ ചികിത്സിക്കുക. എന്തുകൊണ്ട്? പിന്നെ ഈ വിദൂരത്താക്കൽ കൊണ്ട്, അകന്നു നിൽക്കൽ കൊണ്ട്. അടുത്താൽ എന്ത് ചെയ്യും? പ്രശ്നങ്ങളാവും. ദേഷ്യമുള്ള ആളാണ്, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള എല്ലാ ചീത്ത സ്വഭാവങ്ങളും ഉള്ള ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മകനെ ചികിത്സിച്ചോ എന്തുകൊണ്ട്? അകന്നു നിൽക്കൽ കൊണ്ടും. വൽ ഗിന, ഗിന എന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ന ആണ്. അവനിലേക്ക് ആശ്രയം ഇല്ലാതിരിക്കുക, അവനിലേക്ക് ആവശ്യവും ആശ്രയവും ഇല്ലാതിരിക്കുക, അവനെ മാറ്റി നിർത്തുക. അതാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അതാണ് തലക്കെട്ടിൽ പറഞ്ഞത് കഫാ ബിൽ ഗിന മുദാവിയ. ഗിന മതി, മുദാവിയ ചികിത്സിക്കുന്ന ആളായിട്ട്. മുദാവി എന്ന് പറഞ്ഞാൽ ചികിത്സിക്കുന്ന ആള്, അത് ചികിത്സിക്കുന്ന ആക്കും മുദാവിയ എന്ന് പറയാ. ദവാ അതിനും എന്ത് പറയാ, ഭാഷാർത്ഥത്തിൽ മുദാവിയ എന്ന് പറയാം. പിന്നെ ഖൈസ് ബിനുൽ മുലവ്വിഹിന്റെ ബൈത്തിലുണ്ടല്ലോ, അതൈതു തബീബൽ ഇൻസി ശൈഖൻ മുദാവിയ ബിമക്കത യുഅതി അദ്ദവാ അൽ അമാനിയ എന്ന് പറയുന്ന ബൈത്തില് പറയുന്നുണ്ടല്ലോ മുദാവിയ, ശൈഖൻ മുദാവിയ. അവിടെ തബീബ് എന്ന അർത്ഥത്തിലാണ് മുദാവി എന്ന് പ്രയോഗിച്ചത്. അപ്പോ ഗിന സാധാരണ പറയാറുണ്ടല്ലോ, എന്ത് ഉസ്കുൻ ബിഖുർബിൽ മക്കാൻ വസ്തഗ്നി അനിസ്സയ്യാറ, അടുത്ത് താമസിച്ചോ എന്നാൽ കാറിന്റെ ആവശ്യം ഒഴിവാക്കിക്കോ, കാറിലേക്ക് പിന്നെ ആവശ്യമില്ല, യഥേഷ്ടം നടന്നു പോകാനുള്ള ദൂരമുള്ളൂ, അപ്പൊ പിന്നെ എന്ത് ചെയ്യേണ്ട, കാർ എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ രീതിയിലാണ്. അതാണ് ഇവിടെ ദിനോട് ഉദ്ദേശിച്ചത്, ഇസ്തിഗ്ന ആണ് ഉദ്ദേശിക്കുന്നത്, ഇസ്തിഗ്ന. അപ്പോ ഈ ആളെ, തന്റെ അമ്മിന്റെ മകന്, അവനെ നീ ചികിത്സിക്കേണ്ടത് അവനോട് അകന്നു നിൽക്കൽ കൊണ്ടും അവനിലേക്ക് ഒന്നും ആവശ്യം ഇല്ലാതിരിക്കൽ കൊണ്ടുമാണ്. എന്നിട്ട് പറയാം കഫാ ബിൽ ഗിന വന്നഇ അൻഹു മുദാവിയ, അവനെ തൊട്ട് അകന്നു നിൽക്കുക, നേരത്തെ പറഞ്ഞ രീതിയിലുള്ള അവനിലേക്ക് ആശ്രയിക്കാതെ നിൽക്കുക എന്നുള്ളതാണ് ഇവിടെ കഫ മുദാവിയ. ഇവിടെ ചികിത്സിക്കൽ ഏറ്റവും ചികിത്സകനായിട്ട് അത് മതി. അവനുള്ള ദോഷങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്നുള്ള ചികിത്സ അകന്നു നിൽക്കുക എന്നുള്ളതാണ്, മറ്റൊരു മാർഗവുമില്ല. അടുത്താൽ പ്രശ്നമായിത്തീരും. അടുത്തിട്ടുണ്ടെങ്കിൽ അവന്റെ ഷെറ് വരും. ശേഷം പറയുന്നുണ്ട് അടുത്താൽ എന്താണ്. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, ദുആ ചെയ്യാണ്. ജസല്ലാഹു അന്നി മുഹ്സിനൻ ബിബലാഇഹി. മുഹ്സിനും മുഹ്സിനും ഒക്കെ ഇബ്നു അമ്മിന്റെ പേരാണ്. അല്ലാഹു തആല പ്രതിഫലം നൽകട്ടെ, അന്നി എനിക്ക് അല്ലാഹു തആല പ്രതിഫലം നൽകട്ടെ. ജസല്ലാഹു അന്നി മുഹ്സിനൻ, ഇബ്നു അമ്മിന് അല്ലാഹു തആല എന്ത് ചെയ്യട്ടെ, ജസാ. ജസാ എന്ന് പറഞ്ഞാൽ പ്രതികാരം എന്നാണല്ലോ, ജസാ പ്രതിഫലം, അതാണല്ലോ ഇവിടെ പ്രതികാരവും. അവൻ ചെയ്യുന്ന അക്രമങ്ങൾക്ക് അല്ലാഹു തആല അവന് പകരം നൽകട്ടെ. അത് രണ്ടർത്ഥത്തിലും ആവാം. അവൻ നല്ലത് ചെയ്യുകയാണെങ്കിൽ അവന് നല്ലത് കൊടുക്കട്ടെ, ചീത്ത ചെയ്യുകയാണെങ്കിൽ അതിന് പ്രതികാരം അല്ലാഹു തആല കൊടുക്കട്ടെ എന്നൊരു ആമായിരിക്കുന്ന ദുആ ആണ്. ബി ബലാഇഹി എന്നവിടെ പറയുന്നുണ്ട് എങ്കിലും. അപ്പൊ അല്ലാഹു തആല എന്ത് ചെയ്യട്ടെ, മുഹ്സിനാകുന്ന ഇബ്നു അമ്മിന് അവന്റെ ബലാ കൊണ്ട് പ്രതികാരം കൊടുക്കട്ടെ. ബി ബലാഇഹി എന്ന് പറഞ്ഞുകൊണ്ട് എന്തായി, അവൻ ചെയ്യുന്ന അക്രമങ്ങൾക്ക് പകരം അല്ലാഹു തആല എന്ത് കൊടുക്കട്ടെ എന്നായി, പ്രതികാരം കൊടുക്കട്ടെ എന്നായി. നേരെ മറിച്ച് ജസല്ലാഹു അന്നി മുഹ്സിനൻ എന്നാണെങ്കിൽ രണ്ടും ഉദ്ദേശിക്കാമായിരുന്നു. പക്ഷെ ഇവിടെ ബി ബലാഇഹി എന്ന് പറയുന്നത് അവന്റെ ബലാ കൊണ്ട് മുഹ്സിനിന് അല്ലാഹു തആല ജസാ നൽകട്ടെ. എന്നിട്ട് പറയാം വഇൻകാന മൗലായൽ ഖരീബ വഖാലിയ. മൗലായ എന്ന് പറഞ്ഞത് ഇബ്നു അമ്മിനെ കുറിച്ച് പറയാം. അവൻ ആണെങ്കിലും അൽ ഖരീബ, എന്റെ ഖറാബത്തുള്ള ആള് ആണെങ്കിലും, കാരണം ഇബ്നു അമ്മാണല്ലോ, രണ്ട് നിലക്കുണ്ട്. വഖാലിയ, ഖാൽ എന്നതിലേക്ക് സൂചിപ്പിച്ച് പറയാം. അപ്പോ ഇബ്നു അമ്മ യഥാർത്ഥത്തില് ഉമ്മയുടെ ഭാഗത്തിലൂടെയും ഉപ്പയുടെ ഭാഗത്തിലൂടെയും കുടുംബക്കാരനായിട്ട് വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു ആളൊക്കെ ആണെങ്കിലും അല്ലാഹു തആല അവന് ചെയ്യുന്ന കാരണ ചെയ്തികൾക്ക്, കുറ്റങ്ങൾക്ക് അവൻ എന്നെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്, അതിന് പകരം അല്ലാഹു തആല കൊടുക്കട്ടെ എന്ന് അദ്ദേഹം പറയാം. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഇസ്തിഗ്നാഉം തബാഉദുമൊക്കെ ചെയ്താലുള്ള നേട്ടം എന്താണ്?
നമ്മൾ പറഞ്ഞല്ലോ കഫാബിൽ ഗിന മുദാവിയ, ഗിന മുദാവിയാണ്. അവനോട് ആശ്രയമില്ലാതെ അവനെ അകറ്റി നിർത്തുക, അതന്നെയാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യും നഇയും തബാഉദ്. തബാഉദിന്റെ ലാസിമാണ് യഥാർത്ഥത്തിൽ ഇസ്തിഗ്ന. അപ്പോ അങ്ങനെ ചെയ്താലുള്ള നേട്ടങ്ങൾ എന്താണ്? യസുല്ലുൽ ഗിന വന്നഇയു അദ്വാ സദ്രിഹി. യസുല്ലു നീക്കിക്കളയുന്നത്, എടുത്തു മാറ്റുന്നത് എന്ത്? അൽ ഗിന വന്നഇയു, ഗിന അവനെ അവനെ ആശ്രയിക്കാതിരിക്കുക എന്നുള്ളതും വന്നഇയു തബാഉദ് അവനെ അകറ്റി നിർത്തുക എന്നുള്ളതൊക്കെ എടുത്തു കളയുന്നുണ്ട്, നീക്കിക്കളയുന്നുണ്ട്. അദ്വാ സദ്രിഹി, ദാഇന്റെ ജംആണ് അദ്വാ. അവന്റെ ഹൃദയത്തിലെ രോഗങ്ങളെ എന്ത് ചെയ്യും? എടുത്തു കളയും, നീക്കിക്കളയും. അപ്പോ അവന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന കുശുമ്പും ദേഷ്യമൊക്കെ എന്ത് ചെയ്യും? നമ്മളങ്ങോട്ട് അടുക്കാതിരുന്നാൽ അതങ്ങോട്ട് പോയിക്കോളും. രണ്ട് കൈ ഒരുമിച്ച് മുട്ടുമ്പോഴാണല്ലോ ശബ്ദം ഉണ്ടാകുന്നത്. നേരെ മറിച്ച് രണ്ട് കൈ തമ്മിൽ മുട്ടണില്ല എങ്കിലെന്ത് ചെയ്യും? കാണുന്നവർക്ക് കൈയൊട്ടാൻ തോന്നിപ്പോവും, പക്ഷെ പൊട്ടല് വരൂല, ശബ്ദം ഉണ്ടാവില്ല, അവിടെ ഒരു വിഷയവും നടക്കൂല. അപ്പോ ചിലപ്പോ ഇങ്ങനെയൊക്കെ വേണ്ടിവരും എന്നാണ് ഷായർ പറയുന്നത്. എന്ത്? മൊത്തം ഒരു മുത്തലക്കൻ കായികല്ല, ചിലപ്പോഴൊക്കെ ഇത്തരം ഒരു സമീപനം സ്വീകരിക്കേണ്ടി വരും എന്ന് അദ്ദേഹം പറയാണ്. കാരണം എന്തുകൊണ്ട്? അവന്റെ ഷർറ് അത്രമേൽ കടുപ്പാണ്, അത്രയും അധികരിച്ച ഷർറാണ് അവന്റെ അടുത്ത്. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ ഒന്നാമത്തെ ബേത്തിൽ പറഞ്ഞത് അമ്മസൂ, ഇബിനിലേക്കാണ് ആ സൂ പോണത്. ഇബിന് അമ്മസൂ എന്ന് പറഞ്ഞെങ്കിലും അപ്പൊ എല്ലാ ചീത്ത സ്വഭാവങ്ങളും അവനിൽ ഉണ്ട്. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന എല്ലാ ചീത്ത സ്വഭാവങ്ങളും. അപ്പോ അത് മാറി കിട്ടണമെങ്കിൽ വേറെ പരിഹാരമില്ല. നേരെ മറിച്ച് മറ്റുള്ള ചില വിഷയങ്ങളൊക്കെ ആണെങ്കിൽ അതിന് പല മരുന്നുകളുണ്ടാവും. അപ്പൊ ഇവിടെ അത് പറ്റാത്തതുകൊണ്ട് പറയണത്, അങ്ങനെ ഗിനയും ഈ തബാഉദും ഒക്കെ അവന്റെ ഹൃദയത്തിലെ രോഗങ്ങളെ ഇല്ലാതെയാക്കി കളയും, നസ്അ് ചെയ്യും, ദൂരത്താക്കി കളയും, ഊരിക്കളയും എന്നൊക്കെ. എന്നാൽ തിരിച്ചോ, അടുത്താൽ എന്താ ഉണ്ടാകുക? അതിന് മാറ്റം. തദാനി തബാഉദിന്റെ നേരെ മാറ്റം. അവനോട് ഒട്ടിച്ചേർന്ന് നിന്നാൽ, അവനെ കൂട്ടിപ്പിടിച്ചാൽ, അടുത്ത് നിന്നാൽ അതുണ്ടാക്കി തീർക്കും എന്ത്? ഗില്ലത്തൻ, ശിദ്ദത്തുണ്ടാക്കി തീർക്കും. വതഖാലിയ, തഖാലിയ എന്ന് പറഞ്ഞെന്താ? ദേഷ്യം, ഗളബ് ഉണ്ടാക്കി തീർക്കും. തഖാലി എന്ന് പറഞ്ഞാൽ വെറും ഗളബല്ല, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള രണ്ടാള് ഉണ്ടാവുമ്പോ ഉണ്ടാകുന്നൊരു ദേഷ്യം, തബാഉദ്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? ദേഷ്യം ഉണ്ടാക്കി തീർക്കും. എന്താ അങ്ങനെ പറയാൻ കാരണം? അടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവന്റെ ചീത്ത സ്വഭാവങ്ങളൊക്കെ അങ്ങോട്ട് പ്രയോഗിക്കാൻ തുടങ്ങും, പെരുമാറും. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? നമുക്കും ആ ദേഷ്യം ഉണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത്, ആ അടുപ്പവും അവനെ ചേർത്ത് പിടിക്കലൊക്കെ അത് വലിയ നാശം ഉണ്ടാക്കി തീർക്കും. ഗിൽദത്ത്, ശിദ്ദത്ത്, ഗൗരവം ഉണ്ടാക്കി തീർക്കും. അതോടൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ദേഷ്യപ്പെടുക, കോപിക്കുക എന്ന ഒരു അവസ്ഥാവിശേഷം അവിടെ ഉണ്ടാക്കി തീർക്കും. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഒരു കാലത്തോട് അദ്ദേഹം എന്താ പറയുന്നത്? ആന അലയ്യ ദഹ്റു ഇദ് ഹക്ക ബർക്കഹു കഫദ്ദഹ്റു ലൗ വക്കൽതഹു ബി യകാഫിയ. ഇവിടെ ഈ ഷായർ അദ്ദേഹത്തിന്റെ ഇബ്നു അമ്മിന്റെ ഷർറ് അത് യഥാർത്ഥത്തിൽ ഉണ്ട് എന്നും, അതോടൊപ്പം തന്നെ ഒരു പരിഭവം, ഒരു ചെറിയ പരാതി അദ്ദേഹം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ആന അലയ്യ ദഹ്റു, കാലം എനിക്കെതിരെ സഹായിക്കുകയാണ്. എപ്പോ? ഇത് ഹക്ക ബർക്കഹു,
ഹക്ക ബർക്കഹു എന്ന് പറഞ്ഞാൽ എന്താ? ബർക്ക്. പിന്നെ ഒട്ടകമൊക്കെ നല്ല ഭാരം ചുമക്കുന്നതിനെ കുറിച്ചാണത് പറയുന്നത്. ഒട്ടകങ്ങൾ ഭാരം ചുമക്കലെങ്ങനെ? ഒട്ടകം മുട്ടുകുത്തുമ്പോ അതിന്റെ മുകളിൽ എന്ത് ചെയ്യും? ചുമട് വെച്ചു കൊടുക്കും. എന്നിട്ട് നല്ല പിന്നെ ശക്തമായിരിക്കുന്ന വലിയ ചുമടൊക്കെ വെച്ചു കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് വെക്കാൻ പ്രയാസത്തിന് വേണ്ടി അങ്ങനെ ചെയ്യും. എന്നിട്ട് അത് എണീക്കുന്നവർക്ക് നമ്മൾ പലപ്പോഴും കണ്ടതാണ്. അപ്പോ അതാണ് യഥാർത്ഥത്തില് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. ഇവിടെ കാലത്തിന്റെ പിന്നെ മുസീബത്തുകളും ബലാഹുകളും ഒക്കെ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയാം. ഇവിടെ ഇവനുണ്ടാക്കി തീർക്കുന്ന മുസീബത്തുകള് അത് കാലത്തെക്കൊള്ള പറയാണ്. ഒരു നാടൻ പ്രയോഗം, കാലം അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയാറുണ്ടല്ലോ. കാലം വരുത്തിവെച്ച വിനകൾ എന്നൊക്കെ പറയുന്നത് പോലെ ഇവന്റെ മുസീബത്തുകളൊക്കെ ഉണ്ടായതിനെ കുറിച്ച് പറയാണ്. കാലത്തിന്റെ ശക്തമായ സ്വഭാവം കാണിക്കുന്ന സമയത്ത് കാലം എനിക്കെതിരെ സഹായിക്കുകയാണ് എന്ന് വെച്ചാല് ഇബ്നു അമ്മിനെ കാലം സഹായിക്കുകയാണെന്ന് അർത്ഥം. ആന അലയ്യ അദ്ദഹ്റു, ദഹ്റാണ് അടുത്ത ഫായില് ഇങ്ങനെ വരുമ്പോ. അപ്പോ കാലം എന്ത് ചെയ്യാണ്? എനിക്കെതിരിൽ സഹായിക്കുകയാണ്. കാലത്തിന്റെ ശിദ്ദത്ത് വെളിപ്പെടുത്തുന്ന സമയത്ത്. എന്നാൽ കഫദ്ദഹ്റു ലൗ വക്കൽതഹു ബിയ കാഫിയ, ഒരു പരിഹാരം അദ്ദേഹം പറയുന്നുണ്ട്. കഫദ്ദഹ്റു, കാലം മതി, കാലത്തെ നീ ഏൽപ്പിക്കുകയാണെങ്കിൽ എനിക്ക് കാഫിയായിട്ട്, എനിക്ക് മതിയാവുന്നതായിട്ട് കാലം തന്നെ മതി. കാലത്തിന് എന്ത് ചെയ്യാം? അവന്റെ ദുശ്ശൈലികളിൽ നിന്ന് അവനെ മാറ്റി നിർത്താം എന്ന് ഒരു ഭാഷാ പ്രയോഗമാണ്. കാലത്ത് ഇപ്പോ ചില പിന്നെ വിഷയങ്ങളൊക്കെ, ചില കൃതികളൊക്കെ പറയുമ്പോൾ അത് ഇദ്ദേഹത്തിന്റെ സൃഷ്ടിയാണെന്ന് പറയും. ചില കൃതികള്, ചില നോവലുകളൊക്കെ അത് അദ്ദേഹത്തിന്റെ സൃഷ്ടിയാണ് എന്ന് പറയും. എന്നുവെച്ചാൽ അദ്ദേഹം എഴുതിയതാണ് എന്നർത്ഥമുള്ളൂ. എന്ന പോലെ ഇദ്ദേഹം പറയാണ്, കാലത്തിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ എനിക്ക് കാഫിയായിട്ട് ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം, അവനെ ഈ സ്വഭാവത്തിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ കാലത്തിന് കഴിയും. കാലം ഒന്ന് അവനിക്ക് എതിരെ എന്ത് ചെയ്താൽ മതി? കാലത്തിന്റെ ശിദ്ദത്ത്, കാലത്തിന്റെ ബലാഗ് മുസീബത്തുകളൊക്കെ ഒന്ന് അവന് കൊടുത്താൽ മതി. എന്നാ അവൻ നേരെയാവും എന്ന് അദ്ദേഹം പരിഭവം പറഞ്ഞിട്ട് അതിനെ ഒരു പരിഹാരം അദ്ദേഹം പറയാം. അപ്പൊ ഇവിടെ വരുത്തിവെക്കുന്ന വിനകളൊക്കെ ഇദ്ദേഹത്തിന് എതിരിൽ ഒരു സഹായം അവന് കിട്ടുകയാണ്. ആർക്ക്? ഇബ്നു അമ്മിന് കിട്ടുക. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം. ആന അലയ്യ ദഹ്റു എന്ന് പറയാൻ കാരണം. അതിന് പരിഹാരമാർഗം രണ്ടാമത്തെ ബൈത്തിൽ കാലം ഒന്ന് ശക്തമായിട്ടൊന്ന് പെരുമാറുകയാണെങ്കിൽ കാലം എമ്പാടും കാഫിയായിട്ട് എനിക്ക് മതി എന്ന് അദ്ദേഹം പറയാണ്. പക്ഷെ കാലം അങ്ങനെ ചെയ്തില്ല. അവന്റെ ദുശ്ശൈലികളും ചീത്ത പ്രവർത്തനങ്ങളും അതങ്ങനെ നിരന്തരമായിക്കൊണ്ടിരുന്നു. അപ്പൊ അതിനൊരു പരിഹാരം കിട്ടണോ? അവനുമായിട്ട് ബന്ധം വിച്ഛേദിക്കണം, അവനോട് ഒരു ആശയവിനിമയത്തിലും വേണ്ട, മാറ്റി നിർത്തണം എന്ന ഒരു സന്ദേശം ഇവിടെ ശാഇർ എന്ത് ചെയ്യാണ്? പറയാം. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.